ഹായ്, ഈ അടുത്ത ദിവസമാണ് ഞാൻ ആക്ട്രസ് തമന്നയുടെ ഒരു ഇന്റർവ്യൂ വീഡിയോ കണ്ടത്. What's your pimple hack? Pimple hack, spit. Thuk. ഇതിൽ പറഞ്ഞത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇതിന്റെ കമന്റ് ബോക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് അവരുടെ അമ്മയും അമ്മുമ്മയും ഒക്കെ പറഞ്ഞ് ഏറ്റവും നല്ലതാണ്, അത് ചെയ്തിട്ട് അവർക്ക് യൂസ്ഫുൾ ആയിട്ടും ഉണ്ടെന്ന്. സയന്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. ബ്രഷ് ചെയ്യുന്നതിന് മുമ്പുള്ള നമ്മുടെ സലൈവയിലുള്ള ആന്റി ബാക്ടീരിയ, ആന്റി ഇൻഫ്ലമേറ്ററി ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാക്കുമെന്നും നമ്മുടെ സലൈവയിലെ pH നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കുമെന്നാണ് പറയുന്നത്. ഇതിനെപ്പറ്റി ഒരുപാട് ഡോക്ടേഴ്സും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും നമ്മുടെ സലൈവ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് പിമ്പിൾസ് പോകാനോ ആക്നെ പോകാനോ ഒന്നും അത് ഹെൽപ്പ് ചെയ്യില്ല എന്ന് തോന്നുന്നു. ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ രാവിലെ ഞാൻ ഇതുപോലെ പിമ്പിൾസ് മാത്രമുള്ള സ്ഥലങ്ങളിലാട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത്. ആദ്യം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 2 to 3 minutes കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് നീറാൻ തുടങ്ങി, നീറ്റൽ പോലെ അനുഭവപ്പെടാൻ തുടങ്ങി. ഞാൻ അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളഞ്ഞ് ഞാനത് അധിക നേരം വെച്ചില്ല. ഒരുപക്ഷെ ഇതെൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആവാത്തതുകൊണ്ടാണോ അല്ലാത്തതുകൊണ്ടാണോ. ഇപ്പോൾ പലർക്കും പല സ്കിൻ ടൈപ്പാണ്. ചിലർക്ക് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, ചിലർക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്, എനിക്കിത് നന്നായിട്ട് ഇറിറ്റേഷൻ തോന്നിയിരുന്നു. ഇത് ആക്ച്വലി യൂസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളതിൽ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കിയതിൽ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് തൊട്ട് യൂസ്ഫുൾ അല്ലെന്നും യൂസ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് പേര് പറഞ്ഞിട്ടുള്ളത് ഇതാണ്. ഇത് ആക്ച്വലി ഒരു മിത്തായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്. ഇനി നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഇത് വർക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് പറയാം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. See you on next video. Ta-ta.